കോക്ടെയിൽ 2 കണ്ടു. ഷാഹിദ് കപൂർ, കൃതി സനൻ, രശ്മിക മന്ദാന ഇവർ 3 പേരുമാണ് ലീഡ് റോൾസ്. ഡയറക്റ്റഡ് ബൈ ഹോമി അദാജാനിയ. പുള്ളി തന്നെയാണ് ഫസ്റ്റ് പാർട്ട്, അതായത് സെയ്ഫ് അലി ഖാനും ദീപിക പദുക്കോണൊക്കെ ഉള്ള ഫസ്റ്റ് കോക്ടെയിൽ ഡയറക്റ്റ് ചെയ്തതും പുള്ളി തന്നെയാണ്. അത് ഭയങ്കര ഹിറ്റായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഇത് വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്നൊരു കഥയായിട്ടേ നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂ. കാരണം പണം കഴിക്കുന്ന മരം, പണച്ചാക്കുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ജീവിതത്തിലെ കഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വേറെ ആൾക്കാരൊക്കെ ആർക്കും ഇടമില്ല. ഈ 3 കാറ്റഗറി, ഈ 3 പേരുടെ കാറ്റഗറി മാത്രമുള്ളത്. അതായത് റിച്ച് ടീംസ്, അവരുടെ റിച്ച് ഫ്രണ്ട്സ്, അവരുടെ റിച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണോ അത്. അവർക്കൊക്കെ ഉള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഈ ട്രയാങ്കിൾ ലവ് സ്റ്റോറിയും, ഞാൻ സ്നേഹിക്കുന്ന അതേ പയ്യനെ തന്നെയാണ് അവളും സ്നേഹിക്കുന്നത് എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളും, ലവും ബ്രേക്കപ്പും ഒക്കെ മാത്രമാണ് അവരുടെയൊക്കെ പ്രശ്നങ്ങൾ. വാട്ടവർ, അതാണ് സിനിമ. സോ ഇതിലോട്ട് വരുമ്പോൾ ഷാഹിദ് കപൂറിൻ്റെ പേര് കുനാൽ, നമ്മുടെ രശ്മിക മന്ദാനയുടെ പേര് ദിയ, അതുപോലെ കൃതി സനൻ്റെ പേര് അല്ലി. ഇവർ 3 പേരുമാണ് ഇതിലെ മെയിൻ റോൾസ്. ഇതിൽ 10-15 വർഷമായിട്ട് അറിയാവുന്ന, അതായത് റിലേഷനിലിരിക്കുന്ന ഷാഹിദ് കപൂറും രശ്മിക മന്ദാനയും, അതായത് സ്കൂൾ ടൈം മുതലുള്ള പ്രണയം. അപ്പോൾ അവർ കല്യാണം കഴിക്കുന്നില്ല. കല്യാണം കഴിക്കാതെ എന്താണെന്ന് രശ്മികയുടെ വീട്ടുകാരും ഷാഹിദിൻ്റെ വീട്ടുകാരും ഒക്കെ തലങ്ങും വിലങ്ങും ചോദിക്കുന്നു. എവിടെയൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ അവിടെയൊക്കെ വിരട്ടി അവരെ ചോദിക്കുന്നു. അപ്പോൾ അവർ പറയും, എന്തിന് കല്യാണം കഴിക്കുന്നു, നമ്മൾ കല്യാണം കഴിക്കാതെ തന്നെ കല്യാണം കഴിച്ച പോലെയല്ലേ ജീവിക്കുന്നത്, വേറെ പ്രത്യേകതയൊന്നും ഇല്ല. അപ്പോൾ അവർ പറയുന്നു, അങ്ങനെ എന്നാൽ പിന്നെ കല്യാണം കഴിച്ചൂടെ, നാട്ടുകാരെയൊക്കെ വിളിച്ചിരുത്തി ഊണൊക്കെ കൊടുത്ത് കല്യാണം കഴിക്കുക. അപ്പോൾ അവന് അതിനിപ്പോൾ താല്പര്യമില്ല എന്നങ്ങനെ പറഞ്ഞ് നടക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയിരിക്കുന്ന സമയത്ത് രശ്മിക ചോദിക്കുന്നു, ഇന്ന ഫ്രണ്ട് എവിടെ? അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയുന്നു, ഇന്ന ഫ്രണ്ടിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്, കാരണം ബ്രേക്കപ്പ് ആയിപ്പോയി, അതുകൊണ്ട് അവൻ വന്നില്ല. അപ്പോൾ ഇവൾ പറയും, അയ്യോ അവർ ഭയങ്കര നല്ല കപ്പിൾസ് ആണല്ലോ, പിന്നെ എന്താ ബ്രേക്കപ്പ് ആയത്? അത് അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെങ്കൊച്ചിന് മെസ്സേജ് അയക്കുന്നത് നമ്മുടെ ഫ്രണ്ട് കണ്ടുപിടിച്ചു, അതായത് കൂട്ടുകാരിയായ ഫ്രണ്ട് കണ്ടുപിടിച്ചു. അങ്ങനെ അതിൽ ചോദ്യം ചെയ്ത് അവൻ ചതിക്കുകയാണെന്ന് മനസ്സിലായി, ബ്രേക്കപ്പായി. അപ്പോൾ ഷാഹിദ് കപൂർ ആടിച്ച് കിണ്ടിയാണ് എല്ലാവരും ആ സമയത്ത്. അപ്പോൾ ഷാഹിദ് കപൂർ പറയുന്നു, ഞാനെങ്ങനെ ഒരു സ്ഥാനത്താണെങ്കിൽ ആടിച്ച് കൈ കൊടുത്തേന്, ഇത് അവൻ മണ്ടനായതുകൊണ്ടാണ് പിടിക്കപ്പെട്ടത്, ഞാനെങ്ങാനും ആയിരിക്കണം എന്നൊക്കെ. അവിടെ തുടങ്ങും രശ്മികയുടെ ഒരു സ്ക്രൂട്ടിനി, ഒരു സംശയം തുടങ്ങും. ആ പുള്ളിക്കാരിക്ക് ഒരു ഡൗട്ട്, ഇനി അതുകൊണ്ട് വേറെ ആരെങ്കിലും ജീവിതത്തിൽ ഉള്ളത് കൊണ്ടായിരിക്കും ഇനി കല്യാണം ഡിലേ ആക്കാം, അല്ലെങ്കിൽ കല്യാണം വേണ്ട, ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് രശ്മിക ഓവർ തിങ്ക് ചെയ്ത് ഇതിൽ നിന്നൊക്കെ മാറാം, ഒരു ട്രിപ്പ് പോകാം എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്ന സ്ഥലമാണ് സിസിലി. ഇതേ സ്ഥലമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് തന്നെ ഞാൻ കാണുന്നത് ഈ സിനിമയിലൂടെ. സിസിലി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ആദ്യം സിസിലി എന്ന് എഴുതി കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് അത് കൃതി സനൻ്റെ പേരായിരിക്കും, പക്ഷേ സ്ഥലത്തിൻ്റെ പേരാണ് സിസിലി. അങ്ങനെ അവിടെ പോകുന്നു. അവിടെ പോകുമ്പം വളരെ അപ്രതീക്ഷിതമായി നമ്മുടെ കൃതി സനോനെ കണ്ടുമുട്ടുന്നു. കൃതി സനോനും നമ്മുടെ രശ്മിക മന്ദനയും 10 വർഷം മുമ്പുള്ള കൂട്ടുകാരാണ്, എന്നാൽ ഇപ്പോൾ പരിചയത്തിലില്ല. പക്ഷെ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. കൃതി സനോന് ഇതിൽ തുണി അലർജിയാണ് ഗൈസ്. ഒരു തുള്ളി തുണിയില്ല, ഫുള്ള് 2 പീസിലാണ്. പക്ഷേ വൾഗറാണോ എന്ന് ചോദിച്ചാൽ അല്ല, അന്യായ ഗ്ലാമറാണ്. ഇതിൻ്റെ പ്രശ്നം തന്നെ സൗന്ദര്യം കൂടിപ്പോയതാണ് പ്രശ്നം. സൗന്ദര്യമുള്ള നായകൻ, സൗന്ദര്യമുള്ള നായികമാർ, അപ്പോൾ അവർക്കിടയിൽ എനിക്ക് അവനെ വേണം, എനിക്ക് ഇവനെ വേണം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ. അയ്യോ അങ്ങനെ ഒന്നും പറയണ്ട. മെയിനായിട്ടുള്ള കഴപ്പ് നമ്മുടെ രശ്മിക മന്ദനയ്ക്കാണ്. കാരണം ഇവൻ ലോയലാണോ എന്നറിയാനായിട്ട് സ്വന്തം കൂട്ടുകാരിയായ കൃതി സനോനോട് നീ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് വശീകരണത്തിൽ അവൻ വശീകരിക്കപ്പെട്ടാൽ അവൻ ലോയലല്ല, അതുകൊണ്ടാണ് അവൻ കല്യാണം ഇങ്ങനെ മുടക്കുന്നത്, അല്ലെങ്കിൽ നീട്ടിവെക്കുന്നത്, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവൻ ലോയലാണ്, കല്യാണം അപ്പം തന്നെ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ കൃതി സനോൻ പറയും, ഇതൊക്കെ വേണോ? വേണം, നീ ചെയ് എന്ന് പറയുന്ന കളി പിന്നെ കാര്യമാകുന്നു. പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു അവർക്കിടയിൽ, എങ്ങനെ അത് അവസാനിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് കഥ. തനി ഒരു 2K പടം അങ്ങനെ വേണം പറയാൻ. പിന്നെ സിനിമ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അറിഞ്ഞിട്ട് തന്നെ അല്ലടാ നീ പോയത് എന്ന് ചോദിക്കുന്നവരോട് അത് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അറിയാം, പക്ഷേ എത്രത്തോളം ഉണ്ടാവും എന്ന് അറിഞ്ഞില്ല. പടം കണ്ട് ഫുൾ കളർഫുള്ളാണ്, നല്ല കളർഫുള്ളാണ് സിനിമ. ഒരു രീതിയിൽ നമുക്ക് ഇരുട്ട് തോന്നില്ല, അമ്മാതിരി കളറാണ്, നല്ല കോസ്റ്റ്യൂംസാണ്. ഇതിൻ്റെ പോസിറ്റീവ്സ് അതൊക്കെയാണ്. ഒന്ന്, 3 പേരുടെയും പെർഫോമൻസ് വളരെ നീറ്റായിരുന്നു, ഓവറല്ല, മയത്തിലായിരുന്നു എല്ലാം.
പിന്നെ കോസ്റ്റ്യൂംസ് അടിപൊളി, പ്രത്യേകിച്ച് കൃതി സനോൻ്റെ കോസ്റ്റ്യൂംസ് ഒരു രക്ഷയില്ല. ഈ കൃതി സനോൻ്റെ ക്യാരക്ടർ ഇതിലൊരു കുടുംബം കലക്കി കുളം തോണ്ടി പെണ്ണ്, അത് വേണം പറയാനായിട്ട്. കുടുംബം കലക്കി, ലിറ്ററലി ഇത് കോക്ടെയിലല്ല, കുടുംബം കലക്കി. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു പെണ്ണ്, ഒരുപാട് ലൈനുകളൊക്കെ ഉണ്ട്, പലതും ബ്രേക്കപ്പായി, ഒന്നിലൊന്നും പിടിച്ച് നിൽക്കില്ല, അങ്ങനെ നടക്കുന്ന ജാളി അടിച്ച് നടക്കുന്ന ഒരു പെണ്ണ്. അവളെ കോൺസെപ്റ്റ്, അവളെ ഇൻട്രൊഡക്ഷൻ തന്നെ മറ്റേ 2 പീസിൽ വരുന്നു, ഒരുപാട് പയ്യന്മാർ ഇവിടെ ഇരിക്കുന്നു, അവരെ നോക്കിയിട്ട് സൈറ്റ് അടിക്കുന്നു, അവരും തിരിച്ച് വാ തുറക്കുന്നു. ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷനിൽ വരുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് കൃതി സനൻ. അപ്പോൾ ഉടനീളം ഫുള്ള് ഇത് തന്നെയാണ് കൃതി സനോൻ്റെ കാര്യം പറയുമ്പോൾ. അപ്പോൾ അത് കണ്ട് വെള്ളം ഇറക്കുന്ന ആമ്പിള്ളേരും ഒപ്പം ഷാഹിദ് കപൂറും അതിലൊരാളായിരിക്കും എന്ന് തെറ്റിദ്ധരിക്കുന്ന നമ്മുടെ രശ്മിക മന്ദാന, അത് തെറ്റിദ്ധാരണയാണോ അത് ശരിയായ ധാരണയാണോ എന്ന് പിന്നെ നമുക്ക് സിനിമ കണ്ട് തന്നെ അറിയാം. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. ക്ലൈമാക്സ് കല്യാണം അടുക്കുന്നു. അവനെ എനിക്ക് വേണമെന്ന് രശ്മികയും അവനെ എനിക്ക് വേണമെന്ന് കൃതി സനോനും പരസ്പരം പറയുന്നു. അവസാനം എന്തായി എന്നുള്ളതാണ് കഥ. ഇത് കണ്ടു തീക്കാൻ പെട്ട പാട് എനിക്കറിയാം. പ്രത്യേകിച്ച് കാര്യമായിട്ട് പറയാനും മാത്രമൊന്നുമില്ല. സമയം പോകണമെന്നുണ്ടെങ്കിൽ പോയിരുന്ന് കാണാം. പിന്നെ ഇവർ രണ്ടുപേരും ഇഷ്ടം ആണെന്നുള്ളവർക്ക് പോയിരുന്ന് കാണാം. കൃതി സനോനെയും രശ്മിക മന്ദാനയും. നല്ല കോസ്റ്റ്യൂംസാണ്, നല്ല സുന്ദരിമാരായിട്ടുണ്ട് രണ്ടുപേരും. ഷാഹിദ് കപൂറിൻ്റെ ഫാൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പുള്ളി നല്ല ഭംഗിയുണ്ട് കാണാൻ. മ്യൂസിക് പ്രീതമാണ്. പ്രീതത്തിൻ്റെ എപ്പോഴും ഉള്ള മ്യൂസിക് പോലെ വന്നിട്ടില്ലെങ്കിലും പാട്ടുകളൊക്കെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പറയാനായിട്ട്. അപ്പോൾ ഇതാണ് കോക്ടെയിൽ 2 അഥവാ കുടുംബം കലക്കി.